ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസാണ്. ബോൾ ഗ്രേപ്പ് ജ്യൂസ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്കാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ഗ്രേപ്സാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ കളർ ഗ്രേപ്സ് കൊണ്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ബ്ലാക്ക് കളർ ഗ്രേപ്സ് ആണെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ബ്ലാക്ക് കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ലൊരു ലുക്ക് നമുക്ക് നമ്മുടെ ജ്യൂസിന് കിട്ടും. പിന്നെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഗ്രേപ്സ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മുന്തിരി എല്ലാം നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഇതാ ഇവിടെ മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടൊക്കെ മാറിയതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഞാനിവിടെ മുന്തിരി നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഞാനിവിടെ മുന്തിരി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിനി സീഡ് ഉള്ള മുന്തിരിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. നിങ്ങൾ സീഡ്ലെസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ സീഡ് ഞാൻ റിമൂവ് ചെയ്തെടുക്കുവാണ്. ഇതിൻ്റെ സീഡ് മാത്രം കളഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മുന്തിരിയുടെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ നല്ല മധുരമുള്ള മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ മുന്തിരിക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. ഇതാ ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് തണുപ്പിച്ച് വെച്ചിരുന്ന ഗ്രേപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നല്ലൊരു
ജ്യൂസാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെൽക്കം ഡ്രിങ്കാണിത്. അതുകൊണ്ട് നിങ്ങളിതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിൻ്റെ പൾപ്പ് നല്ലൊരു ടേസ്റ്റിയാണ്. നമ്മൾ ഇടയ്ക്ക് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ കടിക്കാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.